ഒരിക്കൽ മീൻ പിടിക്കാനായി ചൂണ്ടയുമായി പോയ ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ചൂണ്ടയിട്ട് ഓരോ മീനെ പിടിച്ചു കഴിയുമ്പോൾ അദ്ദേഹം അതിനെ അളന്നു നോക്കിയിട്ട് അതിന് വലുപ്പം കൂടുതലാണെങ്കിൽ അതിനെ എടുത്ത് തിരികെ വിടും. കുറേ നേരം ഇദ്ദേഹം ഇത് ചെയ്യുന്നത് കണ്ട് ഒരു മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇത്രയും ബുദ്ധിമുട്ടി ചൂണ്ടയിട്ട് പിടിക്കുന്ന മീനിനെ അളന്നു നോക്കിയിട്ട് എന്തിനാണ് തിരികെ വെള്ളത്തിലേക്ക് ഇടുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒരു പ്രശ്നമുണ്ട്. എൻ്റെ വീട്ടിലെ വറച്ചട്ടി അല്ലെങ്കിൽ ചീനച്ചട്ടി അത് ചെറുതാണ്. അതിൽ കൊള്ളുന്ന വലിപ്പമുള്ള മീനിനെ മാത്രമേ ഞാൻ എടുക്കൂ. അതിനേക്കാളും വലിയ മീനിനെ കിട്ടിയാൽ അതിനെ ഞാനങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പല ആളുകളും ഇതുപോലെയാണ്. നമ്മുടെ പാകത്തിനൊത്ത് നമ്മുടെ വറച്ചട്ടിയിൽ ഒതുങ്ങുന്നതിനെ നോക്കി നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുക. നമുക്കൊക്കെ ദൈവം തന്ന അവസരങ്ങളെ നമ്മൾ പലപ്പോഴും തള്ളിക്കളയുന്നതും അതുകൊണ്ടാണ്. അത് നമുക്ക് ചേരത്തില്ല, അല്ലെങ്കിൽ എനിക്കത് നേടാൻ കഴിയത്തില്ല എന്നുള്ള ഒരു ചിന്താഗതി. ഇവിടെ തന്നെ കണ്ടില്ലേ, വലിയ മീനെ കിട്ടുമ്പം അതിനെ അങ്ങ് തള്ളിക്കളയുന്നത് തൻ്റെ വറച്ചട്ടിക്ക് വലിപ്പമില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മളെല്ലാം ഇതുപോലെയുള്ള ചില അളവ് പോലിലാണ് നമ്മുടെയൊക്കെ ജീവിതം മുൻപോട്ട് പോകുന്നത്. ചില വറച്ചട്ടികളുടെ അകത്ത് നമ്മൾ ഒതുങ്ങി നിൽക്കുക. ഇത്രയുമേ എനിക്ക് കഴിയത്തുള്ളൂ, ഇത്രേ ചെയ്യാൻ പാടുള്ളൂ, ഇതിനപ്പുറത്തേക്ക് എനിക്ക് കഴിയത്തില്ല എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ ഉള്ളിലുണ്ട്. അല്ല, ദൈവം നിങ്ങൾക്ക് തന്ന പൊട്ടൻഷ്യൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും അത് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി നിങ്ങൾ സമയം മാറ്റിവെക്കണം, അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിക്കണം, അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കാനായിട്ട് ഉത്സാഹിക്കണം. പരിശ്രമം കൂടാതെ ഒന്നും നടക്കത്തില്ലല്ലോ. ദൈവാശ്രയവും തുടർച്ചയായ പരിശ്രമവും ഏത് ആളുകളെയും ജീവിത വിജയത്തിലെത്തിക്കും. മടിയും അലസതയും സിസ്റ്റമാറ്റിക്കൽ അല്ലാത്ത ജീവിതവും നിങ്ങളെ പരാജയത്തിലെത്തിക്കും. അത് സാമ്പത്തിക ഇടപാടിലാണെങ്കിലും നിങ്ങൾ സിസ്റ്റമാറ്റിക്കൽ അല്ലെങ്കിൽ വരവനുസരിച്ച് ചിലവാക്കുന്നില്ലെങ്കിൽ കടബാധ്യതയിലേക്ക് നിങ്ങൾ നയിക്കപ്പെടും. കടം വാങ്ങിക്കാൻ എളുപ്പമാണ്, തിരിച്ചടയ്ക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒതുങ്ങിത്തീരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരെ പോലെ അല്ല നിങ്ങൾ. ദൈവം നിങ്ങൾക്ക് ചില പൊട്ടൻഷ്യൽ, ചില കഴിവുകൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യത്യസ്തമായി ഒന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നന്നായിരുന്നു. നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ എനിക്ക് കഴിയത്തില്ല, എനിക്ക് സാധ്യമല്ല, എനിക്കിന്നുവരെ അങ്ങനെ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് പോകേണ്ട. ഒരാൾ നിങ്ങളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിനറിയാം നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന്. അതുകൊണ്ടാണ് അത് ഏൽപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒഴിവൊഴിവ് പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ല. അവസരങ്ങളെ തക്കത്തിൽ ഉപയോഗിക്കണം. വിശുദ്ധ ദൈവത്തിൻ്റെ വചനത്തിൽ ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഐ ക്യാൻ ഡു എവറിതിങ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്ന കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെന്തും ചെയ്യാൻ കഴിയും. അതെ, നിങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സകലതും സാധ്യമാണ്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പാണ് നിങ്ങളെ മുൻപിലേക്ക് നയിക്കേണ്ടത്. നിങ്ങൾ നേരിടുന്ന പരീക്ഷകൾ, പ്രശ്നങ്ങൾ, ജോലിയിലെ പ്രതിസന്ധികൾ എന്തുമായിക്കോട്ടെ, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയും. 5 കല്ല് ദാവീദിൻ്റെ കയ്യിലേക്ക് വന്നപ്പോൾ അതിലെ ഒരു കല്ല് മതിയായിരുന്നു ഗോലിയാത്തിനെ തകർത്ത് കളയാൻ. നോക്കി, ഒരു ചെറിയ കല്ലുകൊണ്ട് മലനായ ഗോലിയാത്തിനെ തകർക്കാൻ കഴിഞ്ഞെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ചെറിയ താലന്ത് കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ദൈവം നിങ്ങൾക്കെന്ന പൊട്ടൻഷ്യൽ എന്താ, കഴിവെന്താ? ഒരു വീട്ടമ്മയല്ലേ നിങ്ങൾ? ജോലി ചെയ്യുന്ന ആളാണ്. എന്താണ് നിങ്ങളുടെ കഴിവ്? എന്താ നിങ്ങളുടെ താലന്ത്? അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? ദൈവം തന്ന ചില ശുശ്രൂഷകൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒന്നുകൂടെ തീരുമാനിക്കുക, എനിക്ക് തന്ന താലന്തും കഴിവുകളും കർത്താവിന് വേണ്ടി, എൻ്റെ സമൂഹത്തിന് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കും. പരാതി വേണ്ട, പരിഭവം വേണ്ട, ഇനിയും ആരെയും ഞാൻ സഹായിക്കത്തില്ല, ഇനിയും എൻ്റെ കൈകൊണ്ട് ഉപകാരം ചെയ്യത്തില്ല എന്നുള്ള വാക്കുകളൊന്നും വേണ്ട. ആയുസ്സുള്ളിടത്തോളോ ആരോഗ്യമുള്ളിടത്തോളോ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി പ്രവർത്തിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 09880221957 എന്ന നമ്പർ ഉപയോഗിക്കുക.